this video in English, please click the link given above. 10th ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു. ഇനി നമുക്ക് ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം പഠിക്കാം. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗ്ലാൻസ്, ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസ് എല്ലാം കൂടി ചേരുന്നതാണ്. രണ്ട് തരത്തിലുള്ള ഗ്ലാൻസ് നമ്മുടെ ശരീരത്തിലുണ്ട്, എക്സോക്രൈൻ ഗ്ലാൻസും എൻഡോക്രൈൻ ഗ്ലാൻസും. എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഹോർമോൺ അല്ലാത്ത സെക്രീഷൻസ്, എൻസൈംസ്, മിൽക്ക്, സെറുമെൻ, അതായത് ഇയർ വാക്സ്, അല്ലെങ്കിൽ നമ്മുടെ സ്വെറ്റ് ഗ്ലാൻസ്, സെബേഷ്യസ് ഗ്ലാൻസ്, ഇതെല്ലാം എന്താണ്? എക്സോക്രൈൻ ഗ്ലാൻസ് ആണ്. അതേസമയം ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസിനെ പറയുന്ന പേരാണ് എൻഡോക്രൈൻ ഗ്ലാൻസ്. മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സോക്രൈൻ ഗ്ലാൻസിൽ ഡക്റ്റ് ഉണ്ട്, അതിൻ്റെ കറക്റ്റ് സ്ഥലത്തേക്ക് ഈ സെക്രീഷനെ എത്തിക്കാൻ. എൻഡോക്രൈൻ ഗ്ലാൻസിന് ഡക്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് സെക്രീറ്റ് ചെയ്യും, അത് ഡിഫ്യൂസ് ചെയ്ത് ടാർഗറ്റ് ഓർഗനിൽ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഹോർമോണിനും അതിൻ്റെതായ ടാർഗറ്റ് ഓർഗൻസ് ഉണ്ട്, അതിലെത്തുന്നത് വരെ മറ്റ് സെല്ലിനെ ഒന്നും ഇത് അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബോഡി എടുത്ത് നോക്കിയാൽ ലാസ്റ്റ് 2 സെക്സ് ഹോർമോൺസ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം മെയിൽസിനും ഫീമെയിൽസിനും സെയിം ആണ്. അതുകൊണ്ടാണ് ഞാൻ ഒരൊറ്റ ഡയഗ്രത്തിൽ ഇതെല്ലാം കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. നമ്മുടെ ബ്രെയിനിലെ ഹൈപ്പോ തലാമസിന് താഴെയായിട്ടാണ് പിറ്റ്യൂട്ടറി കാണപ്പെടുന്നത്. ഇതൊരു മാസ്റ്റർ ഗ്ലാൻഡ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്നത് നെക്കിൻ്റെ റീജിയനിൽ തൈമസ് ഗ്ലാൻഡ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാം പഠിക്കുന്നില്ല കേട്ടോ, നിങ്ങളുടെ NCERTയിലെ എല്ലാ ഗ്ലാൻഡും പറഞ്ഞിട്ടുമില്ല, എല്ലാ ഗ്ലാൻഡിൻ്റെ എല്ലാ സെക്രീഷനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ 10th ബുക്കിൽ ആവശ്യമുള്ളത് മാത്രമേ പഠിക്കുന്നുള്ളൂ. പിന്നെ ഉള്ളത് തൈമസ് ഗ്ലാൻഡ് ആണ്. ഈ തൈമസ് എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ പുറത്തുള്ളൊരു ഗ്ലാൻഡാണ്. പിന്നെ നമുക്ക് അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ട്. അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് കിഡ്നിയുടെ പുറത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പാൻക്രിയാസ് നമ്മൾ പഠിച്ചു, പാൻക്രിയാസിന് എൻസൈം സെക്രീറ്റ് ചെയ്യാൻ കഴിയും അല്ലേ, ട്രിപ്സിൻ ആൻഡ് ലിപ്പേസ് നിങ്ങൾ പഠിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഹോർമോണിനെ കുറിച്ചാണ്. പിന്നെ ലാസ്റ്റ് ഫീമെയിൽസിലാണെങ്കിൽ ഒരു പെയർ ഓഫ് ഓവറീസ് ഉണ്ട്. ഓവറീസ് ഈസ്ട്രജൻ എന്നൊരു ഹോർമോണാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അതേസമയം മെയിൽസിൽ ടെസ്റ്റിസ് ഉണ്ട്, ടെസ്റ്റിസ് ടെസ്റ്റോസ്റ്റിറോണിനെ സെക്രീറ്റ് ചെയ്യുന്നു. ഇനി 1 by 1 സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് NCERTയുടെ ഓർഡറിൽ തന്നെ പോകാം. അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് അഡ്രിനൽ ഗ്ലാൻഡ്സിനെ കുറിച്ചാണ്. അഡ്രിനൽ ഗ്ലാൻഡ്സ് കിഡ്നിയുടെ പുറത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ അഡ്രിനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് അഡ്രീനലിൻ. ഓക്കെ, അഡ്രീനലിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അത് നമ്മളെ ഒരു എമർജൻസി സിറ്റുവേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നമ്മുടെ എമർജൻസി സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് നമ്മളൊരു പെർഫോമൻസിന് പോകുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സാം ടൈമിലായിരിക്കാം. നമ്മൾ പറയില്ലേ ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റൊമക്, അത് വരും. പിന്നെ നമ്മൾ പെട്ടെന്ന് വേർക്കും, നമ്മുടെ ഹാർട്ട് കിടന്ന് പടപടായിടിക്കും, പിന്നെ നമ്മുടെ ശ്വാസഗതി കൂടും. ഇതെല്ലാം നടക്കുന്നത് ഈ അഡ്രീനലിൻ്റെ സെക്രീഷൻ കൊണ്ടാണ്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഫ്ലൈറ്റ് അഥവാ ഫൈറ്റ് ഹോർമോൺ. ഓക്കെ, അപ്പോൾ ഏത് ഹോർമോണാണ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഹോർമോൺ എന്നറിയപ്പെടുന്നത്? അഡ്രീനലിൻ. ഇനി എന്തുകൊണ്ടാണത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്? അപ്പോൾ ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്ന്, നമ്മൾ അതിനെ നേരിടുക, 2 നമ്മൾ പിന്തിരിഞ്ഞോടുക അല്ലേ. അപ്പോൾ നേരിടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാ കറേജും ഉണ്ടാകണം എന്നല്ല അല്ലേ. ഇപ്പോൾ നമ്മൾ നമ്മുടെ മുന്നിൽ കാണുന്ന സക്സസ്ഫുൾ ഉള്ള ആൾക്കാരെല്ലാം അവർ ഇതിനെ നേരിടുക എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഒട്ടും ഭയമില്ല എന്നല്ല, പക്ഷേ ആ ഭയത്തോടു കൂടി അത് ചെയ്യാൻ അവർ പഠിക്കുന്നു, മാസ്റ്റർ ചെയ്യുന്നു. നിങ്ങൾ അത് തന്നെയാണ് കുട്ടികളെ ചെയ്യേണ്ടത്. നിങ്ങൾ മറ്റൊരാൾ പെർഫോം ചെയ്യുമ്പോൾ വിചാരിക്കരുത് അവർ ആബ്സലൂട്ട്ലി നോർമലാണ് അല്ലെങ്കിൽ ആബ്സലൂട്ട്ലി അവർ കോൺഫിഡൻ്റ് ആണെന്നൊക്കെ. അങ്ങനെയുള്ളവരും ഉണ്ട്, പക്ഷേ എല്ലാവരുടെ ഉള്ളിലും ഒരു ചെറിയ പേടി ഉണ്ടാവും. അതിനെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ ആ പേടിയെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നതാണ് നമ്മുടെ സക്സസ്. അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക. അപ്പം നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയല്ല, നിങ്ങൾക്ക് എന്തിനെങ്കിലും ചെയ്യാനുള്ള മടിയുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക, ഞാനത് ചെയ്താൽ മാത്രമേ ആ മടി മാറുള്ളൂ അല്ലെങ്കിൽ ആ പേടി മാറുള്ളൂ. അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും ആ പേടി മാറില്ല. അപ്പോൾ ചെയ്യുക, തെറ്റുന്നെങ്കിൽ തെറ്റിക്കോട്ടെ, ചിരിക്കുന്നെങ്കിൽ ചിരിച്ചോട്ടെ, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ ആ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യുന്നതിനൊപ്പം ഈ പേടിയെ ഒന്ന് ടാക്കിൾ ചെയ്യാനും നിങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ സെക്രീഷനായ അഡ്രിനാലിനെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ഒരു ഫൈറ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണെങ്കിൽ, അതായത് ഞാൻ ബ്രേവായിട്ട് ആ സിറ്റുവേഷനെ നേരിടുക തീരുമാനിക്കുകയാണെങ്കിൽ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് ഒരു അണ്ണാൻ്റെ കഥയാണ്, സ്ക്വിറലിൻ്റെ. അപ്പോൾ ആ സ്ക്വിറലിൻ്റെ മുമ്പിൽ ഒരു പ്രെഡേറ്റർ വരികയാണെങ്കിൽ സ്ക്വിറലിന് ഫൈറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കയ്യിലും കാലിലും നല്ല പവർ വേണം അല്ലേ. അപ്പോൾ എനർജി എവിടെയാണ് വേണ്ടത്? ഈ കയ്യിലും കാലിലുമാണ് വേണ്ടത്. ഇനി തിരിഞ്ഞ് ഓടാനാണെങ്കിലോ അപ്പോഴും ഓടാൻ എന്ത് വേണം? കയ്യിലും കാലിലും നല്ല പവർ വേണം. അപ്പോൾ ഇവിടെ പറയുന്നത് ആ 2 സിറ്റുവേഷനിലും നമ്മുടെ പ്രിപ്പറേഷൻസ് സെയിം ആണ്. അതായത് ഞാൻ ഫൈറ്റ് ചെയ്താലും ഓടിപ്പോയാലും എൻ്റെ ബോഡി ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻസ് സെയിം ആയിരിക്കണം. പക്ഷേ അത് ഞാൻ ഏത് ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രിപ്പറേഷൻസ്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ അഡ്രീനലിൻ ചില ടാർഗറ്റ് ഓർഗൻസിൽ ചെന്ന് വർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, വിച്ച് ആർ ദ ടാർഗറ്റ് ഓർഗൻസ് ഓഫ് അഡ്രീനലിൻ?
ഒന്നാമതായിട്ട് ഹാർട്ട്. നമുക്കറിയാം ആദ്യം ഇൻക്രീസ് ചെയ്യുന്ന നമ്മുടെ ഹാർട്ട് റേറ്റ് ആണ് അല്ലേ. എന്തിനാണ് ഈ ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് നമ്മളെ കഷ്ടപ്പെടുത്തുന്നത്? അത് മറ്റൊന്നിനുമല്ല, നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് കൂടുതൽ പമ്പ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ എനർജി അവൈലബിൾ ആക്കാൻ വേണ്ടി. ഓക്സിജൻ ശരീരത്തിൻ്റെ സെൽസിൽ ചെന്നാലേ ഗ്ലൂക്കോസിനെ വിഘടിച്ച് കൂടുതൽ എനർജി റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ് ഹാർട്ട് കിടന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നത്. അതിനെ തുടർന്നിട്ട് റെസ്പിറേറ്ററി റേറ്റും കൂടും അല്ലേ. എന്തുകൊണ്ടാണ്? നമ്മുടെ ഡയഫ്രവും റിബ്സും എല്ലാം കോൺട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ റെസ്പിറേറ്ററി റേറ്റും കൂടുന്നുണ്ട്. പിന്നെ ആ സമയത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്കും സ്കിന്നിലേക്കുമുള്ള ആ ഒരു സപ്ലൈ ഓഫ് ബ്ലഡ് കുറയും. കാരണം നമുക്കപ്പോൾ ഡൈജഷനെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, നമ്മുടെ പ്രയോറിറ്റി എന്താണ്? നമ്മുടെ സ്കെലിറ്റൽ മസിൽസിൽ കൂടുതൽ പവർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ചുറ്റുമുള്ള മസിൽസൊക്കെ കോൺട്രാക്ട് ചെയ്ത ആർട്ടറീസിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ട് ആ ബ്ലഡ് എങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യും? സ്കെലിറ്റൽ മസിൽസിലേക്ക് ഡൈവേർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എനർജി സ്കെലിറ്റൽ മസിൽസിന് കിട്ടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ടാർഗറ്റ് ഓർഗൻസ് ഓഫ് അഡ്രീനലിൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ഒരു ഹോർമോണായ തൈറോയിഡാണ്. തൈറോയിഡ് എവിടെയാണ് കാണുന്നത്? നമ്മുടെ തൊണ്ടയുടെ ഭാഗത്ത്, നമ്മുടെ ട്രക്കി അതായത് വിൻ പൈപ്പിന്റെ 2 സൈഡിലായിട്ടാണ് പെയർ ഓഫ് തൈറോയിഡ്സ് ഉണ്ട്. ഇനി ഈ തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് തൈറോക്സിൻ. തൈറോക്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെറ്റബോളിസം ഓഫ് ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്. നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ 3 മേജർ കോമ്പോണൻസ് ആണ് ഇവ മൂന്നും: കാർബോഹൈഡ്രേറ്റ്സും, ഫാറ്റ്സും, പ്രോട്ടീൻസും. അപ്പോൾ ഇവരുടെ മെറ്റബോളിസം ശരിക്കും നടന്നാലേ നമ്മുടെ ഗ്രോത്ത് പ്രോപ്പർ ആവുള്ളൂ. അപ്പം മെറ്റബോളിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് ആദ്യം ഡൈജസ്റ്റ് ചെയ്ത് വിഘടിച്ച് ചെറിയ കോമ്പണൻസ് ആയിട്ട് പിന്നെ അതിനെ യൂട്ടിലൈസ് ചെയ്ത് വേറെ നമുക്ക് ആവശ്യമുള്ള ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഓവറോൾ ആ ഒരു പ്രക്രിയയാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ആര് വേണം? തൈറോക്സിൻ വേണം. ഇനി ഈ തൈറോക്സിൻ പ്രോപ്പറായിട്ട് സെക്രീറ്റ് ചെയ്യണമെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിന് ഒരു മിനറൽ ആവശ്യമാണ്. അത് മറ്റൊന്നുമല്ല, അയോഡിനാണ്. അപ്പോൾ അയോഡിൻ്റെ അംശം കുറഞ്ഞാൽ, നമ്മുടെ ഭക്ഷണത്തിൽ കുറഞ്ഞാൽ അത് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ വീക്കത്തിന് കാരണമാകും. അതിനെ പറയുന്ന പേരാണ് ഗോയിറ്റർ എന്ന. അപ്പോൾ ഏതാണ്? അപ്പം അയോഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഗോയിറ്റർ. അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ വലിയൊരു മുഴ പോലെ കാണാറുണ്ട്. ഇനി അയോഡിൻ കിട്ടാൻ എന്ത് ചെയ്യണം? എളുപ്പമാണ്. നമ്മൾ കഴിക്കുന്ന അയഡൈസ്ഡ് സോൾട്ട് അല്ലെങ്കിൽ മീനൊക്കെ കഴിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ കോസ്റ്റൽ ഏരിയാസിലൊക്കെ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഫിഷ് ഉപയോഗിക്കുന്നവർക്കൊക്കെ തൈറോയിഡിൻ്റെ പ്രോബ്ലം കുറവാണ്. കാരണം നമുക്ക് കിട്ടുന്ന അയഡിൻ ഉണ്ട് അല്ലേ. പിന്നെ സീ ഫുഡിൽ നിന്നൊക്കെ നമുക്ക് നല്ലപോലെ അയഡിൻ കിട്ടുന്നത് കൊണ്ട് അത് കുറവാണ്. പിന്നെ ഉള്ളത് അടുത്തൊരു ഗ്ലാൻഡ് എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മുടെ ബ്രെയിനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബ്രെയിനിലെ ഹൈപ്പോതലാമസ് എന്ന സ്ട്രക്ചറിൻ്റെ താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡ്. കാരണം ഈ പിറ്റ്യൂട്ടറിയുടെ സെക്രീഷനാണ് മറ്റ് ബാക്കി എല്ലാവർക്കും സെക്രീറ്റ് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു മാസ്റ്റർ ഗ്ലാൻഡാണ്. അപ്പോൾ പിറ്റ്യൂട്ടറിയിലെ ഹോർമോൺ മെയിനായിട്ടുള്ള ഒരു ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. നമ്മൾ വളരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ് ആയാൽ മാത്രമേ നമ്മുടെ വളർച്ച നോർമൽ ആവുകയുള്ളൂ. ഇനി ചിലപ്പോൾ സെക്രീഷൻ കുറഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? അത് ലീഡ്സ് ടു പിറ്റ്യൂട്ടറി ഡ്വാർഫിസം, അതായത് പൊക്കം കുറഞ്ഞ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇനി ഓവർ സെക്രീഷൻ ആയാലോ? ജൈജൻറ്റിസം. ജൈജൻറ്റിസത്തിൽ ആള് വളരെയധികം അത് നോർമൽ ആയിട്ടുള്ള രീതിയിൽ ടോളായിട്ട് മാറുന്നു. അപ്പോൾ 2 എക്സ്ട്രീംസ് ആണുള്ളത്. അണ്ടർ സെക്രീഷൻ ഡ്വാർഫിസം ഉണ്ടാക്കും, ഓവർ സെക്രീഷൻ ജൈജൻറ്റിസവും ഉണ്ടാക്കും. നോർമൽ സെക്രീഷനാണ് നോർമൽ ഗ്രോത്തിന് ആവശ്യം. മെയിൽസിലും ഫീമെയിൽസിലും ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്ന സെക്സ് ഹോർമോൺസ് ഉണ്ട്. ഫീമെയിൽസിൽ ഓവറി സെക്രീറ്റ് ചെയ്യുന്ന ഈസ്ട്രജൻ എന്ന ഹോർമോണാണ് ഫീമെയിൽ സെക്ഷൽ ക്യാരക്ടേഴ്സ്, എസ്പെഷ്യലി പ്യൂബർട്ടിക്ക് ശേഷം ഉണ്ടാകുന്ന ആ സെക്ഷൽ ക്യാരക്ടേഴ്സും പിന്നെ ഫീമെയിൽ ഗ്യാമേറ്റിൻ്റെ പ്രൊഡക്ഷനും കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ മെയിൽസിൽ ടെസ്റ്റിസ് സെക്രീറ്റ് ചെയ്യുന്ന ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ മെയിൽ സെക്ഷൽ ക്യാരക്ടേഴ്സും ഒപ്പം തന്നെ സ്പേമിൻ്റെ പ്രൊഡക്ഷനും കൺട്രോൾ ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത ഗ്ലാൻഡായ പാൻക്രിയാസിലേക്ക് പോകാം. അപ്പോൾ പാൻക്രിയാസ് ഒരു ഹെഡ്രോക്രൈൻ ഗ്ലാൻഡ് ആണ്. അതായത് അത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ആണ്. എക്സോക്രൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻസൈംസ് ഒക്കെ സെക്രീറ്റ് ചെയ്തു അല്ലേ, ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നു. എൻഡോക്രൈൻ എന്ന് വെച്ചാൽ ഹോർമോൺ സെക്രീഷൻ ഉണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ ഗ്ലൂക്കോസ് ലെവലിനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒത്തിരി ഗ്ലൂക്കോസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ, അതായത് കുറേ ഐസ്ക്രീംസും ചോക്ലേറ്റ്സും പേസ്ട്രിയും കുറേ കാർബ് റിച്ച് എല്ലാ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ നോർമലിൽ നിന്ന് മുകളിലേക്ക് പോകും. അപ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുമ്പോൾ ഈ പാൻക്രിയാസ് അത് മനസ്സിലാക്കിയിട്ട് ഉടനെ ഒരു ഹോർമോണായ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യും. അപ്പോൾ ആ ഇൻസുലിൻ താഴ്ത്തിക്കൊണ്ട് വന്നിട്ട് ഇത് നോർമൽ ലെവലാക്കും. അപ്പോൾ നോർമൽ ആയ ഉടനെ ഈ സെക്രീഷൻ നിൽക്കണം, അല്ലെങ്കിൽ എന്ത് പറ്റും? വീണ്ടും താഴോട്ട് പോകും. അത് പാടില്ല. അപ്പോൾ കറക്റ്റ് നോർമൽ ലെവലിലായി. ഇനി നമ്മൾ ചിലപ്പോൾ ഫാസ്റ്റ് ചെയ്യുകയാണ്, നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഷുഗർ താഴോട്ട് പോകും.
അപ്പോൾ പാൻക്രിയാസ് മറ്റൊരു ഹോർമോണായ ഗ്ലൂക്കോഗോൺ സെക്രീറ്റ് ചെയ്തിട്ട് അത് ഷുഗർ ലെവലിനെ മുകളിലേക്ക് കൊണ്ടുവരും. ഗ്ലൂക്കോഗോൺ നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷേ ഈ രണ്ട് ഹോർമോൺ ചേർന്നിട്ടാണ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്നത് ഷുഗർ ലെവൽ കുറയ്ക്കാനാണ്. നമുക്കറിയാം ചില ആൾക്കാർക്ക് ഇൻസുലിൻ്റെ സെക്രീഷൻ ഇല്ലായിരിക്കും പാൻക്രിയാസിൽ നിന്ന്. അങ്ങനെയുള്ള ആ സമയത്ത് എന്ത് പറ്റും, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുകയും അങ്ങനെയുള്ളവരുടെ ബ്ലഡിൽ നിന്ന് ഈ ഗ്ലൂക്കോസ് എക്സസ് യൂറിനിൽ കൂടി സെക്രീറ്റ് ആവും. അതിനെ പറയുന്ന പേരാണ് ഡയബറ്റീസ് മെലിറ്റസ്. ഒത്തിരി ആൾക്കാർക്ക് ഡയബറ്റീസിൻ്റെ പ്രോബ്ലം ഉണ്ട് അല്ലേ. അപ്പോൾ സിവിയർ ആയിട്ടുള്ള കേസിലൊക്കെ അവർ ഒരു ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കപ്പെടാത്തത് കൊണ്ടാണ്. ഇനി ഈ ഹോർമോൺസ് എല്ലാം എപ്പോഴും നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. അത് ആവശ്യമുള്ള സമയത്ത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മതി. അപ്പോൾ അതിനുള്ള ഒരു മെക്കാനിസമാണ് ഫീഡ്ബാക്ക് മെക്കാനിസം. ഫീഡ്ബാക്ക് കിട്ടുന്നതിനനുസരിച്ചാണ് ഇത് സെക്രീഷൻ. അതായത് ഇപ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ മുകളിലായെന്ന് വിചാരിക്കാം. അത് താഴെ വന്ന് കറക്റ്റ് ആകുമ്പോൾ ചില പ്രത്യേകതരം മോളിക്യൂൾസ് ബ്രെയിൻ ഒരു സിഗ്നൽ കൊടുക്കും, ഓക്കെ മതിയായി, നോർമലായിരുന്നു. അപ്പോൾ അത് പാൻക്രിയാസിനോട് പറഞ്ഞ് പാൻക്രിയാസ് സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഷുഗർ താഴോട്ട് പോകും, അത് പാടില്ല അല്ലേ. അപ്പോൾ ഇതാണ് ഫീഡ്ബാക്ക് മെക്കാനിസം. ഇപ്പം ഞാനൊരു ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ എനിക്കറിയില്ല നിങ്ങൾക്ക് ഇത് എത്രത്തോളം പ്രയോജനപ്രദമാകുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരൊക്കെ എനിക്കൊരു മെസ്സേജ് അയക്കുകയാണ്, മാം എനിക്ക് ഇത്രയും മനസ്സിലായി, അല്ലെങ്കിൽ നല്ല ക്ലാസ് ആണെന്ന് പറയുമ്പോൾ എനിക്ക് ഓക്കെ, എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടുകയാണ്, ക്ലാസ് ഇതുപോലെ തുടർന്നാൽ മതിയത്. അതേസമയം ഞാനൊരു പരീക്ഷ നടത്തുന്നു. ഇപ്പോൾ സപ്പോസ് നമ്മുടെ ക്ലാസ് റൂമിലാണെങ്കിൽ ഒരു കോൺസെപ്റ്റ് പഠിപ്പിച്ചിട്ട് ഞാനൊരു മേ ബി ഇത് പഠിപ്പിച്ചിട്ട് ഞാനൊരു ടെസ്റ്റ് നടത്തുന്നു. എല്ലാ കുട്ടികളും ഏതെങ്കിലും ഒരു പാർട്ടിൽ, ഫോർ എക്സാമ്പിൾ മേ ബി തൈറോയിഡിൻ്റെ റീജിയനിൽ ആ ക്വസ്റ്റ്യൻ എല്ലാവരും തെറ്റുവരുത്തി, ബാക്കിയെല്ലാം ഏറെക്കുറെ ശരിയാണ്. അപ്പോൾ എനിക്കതിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്താണ്, ആ ഏരിയ ക്ലിയർ അല്ല, എനിക്കത് കുറച്ചുകൂടി അല്ലെങ്കിൽ റീടീച്ച് ചെയ്യേണ്ടതുണ്ട്. അതിനെയാണ് പറയുന്നത് എന്താണ്, ഫീഡ്ബാക്ക് മെക്കാനിസം അല്ലേ. അപ്പോൾ ഇവിടെയും അതനുസരിച്ചാണ് നമ്മുടെ ബോഡി ഹോർമോൺ മെക്കാനിസം നടത്തുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ആനിമൽ കോർഡിനേഷനിൽ, കെമിക്കൽ കോർഡിനേഷനിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ലെസൺസ് എല്ലാം മനസ്സിലാവുന്നെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ.